വന്ദേ മാതരം എന്ന സിനിമ തിയേറ്ററുകളിൽ വൺ ഡേ മാത്രമായി എന്ന് ആരാധകർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാൻ ചിത്രത്തിന്റെ നിർമ്മാതാവ് തന്നെയാണ് ഏറ്റവും യോഗ്യൻ. മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ യവനികയുടെ നിർമ്മാതാവ് കൂടിയായ വന്ദേ മാതരത്തിന്റെ നിർമ്മാതാവ് ഹെൻറി തന്റെ കാശ് പോയതിന്റെ വേദനകൾ പങ്കുവയ്ക്കുകയാണ്. മമ്മൂട്ടിക്ക് നല്ല അതിമനോഹരമായ, അതായത് എൻ്റെ ജനങ്ങള് ഫാൻസ് മാത്രമല്ല, പടം കാണുന്ന അത്ര ആൾക്കാരും ക്ലാപ്സ് അടിക്കത്തക്ക രീതിയിൽ ഒരു ആക്ഷൻ ബ്ലോക്ക് നമ്മൾ റെഡിയാക്കി വെച്ചു. ഷൂട്ട് ചെയ്യുകയും ചെയ്തു. 20 ലക്ഷം രൂപ ഞാൻ മുടക്കി. പക്ഷെ അത് ശരി വരുന്നില്ല. അദ്ദേഹം വന്നിട്ട് ഞങ്ങൾ ഡിമാൻഡ് ചെയ്ത്, അതായത് ആ ആക്ഷന് വേണ്ട 20% പോലും പെർഫോം ചെയ്തില്ല. അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അയാൾക്ക് മുട്ട് വലിക്കുന്നു, അത് വലിക്കുന്നു, ഇത് വലിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഡ്യൂപ്പാണ് ഡോർ അടച്ച് ഉള്ളിൽ വീഴുന്നത്. ആ വീണ് കിടക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് അയാൾക്ക് ഷൂട്ട് ചെയ്യാനും ടെററിസ്റ്റ് ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയില്ല. വളരെ പാളിപ്പോയി സീൻ. അതുകൊണ്ട് അത് കേൾക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അത് ക്ലൈമാക്സിന് മുമ്പ് വരുന്ന സീനായിരുന്നു. Yet another trap of terrorism on India. A mission accomplished to safeguard our nation. Rather than force, intelligence will be the only keyword. അതുപോലെ പല സീനും ഉണ്ട് പുള്ളി കാരണം നമുക്ക് എടുക്കാൻ പറ്റാതെ പോയത്. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ എടുത്തു കിട്ടിക്കുന്ന ക്ലൈമാക്സിൽ തന്നെ ഫയറിംഗിൽ വന്നിട്ട് ഒരു ജമ്പേ ഉള്ളൂ പുള്ളി ജമ്പ് ചെയ്ത് ഫയർ ചെയ്യുന്നത്. നമ്മൾ 4 ജമ്പാണ് പ്ലാൻ ചെയ്തത്. പുള്ളിയെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ജമ്പ് എടുക്കാൻ പറ്റ പാടെ ഞങ്ങൾക്കറിയാം. എന്ത് താങ്ങി പിടിച്ച് അയാളെ വലിച്ച് കെട്ടി ക്ലാപ്സൊക്കെ അടിച്ച് എടുത്തിട്ടാണ് ആ ഒരു ജമ്പ് എടുത്തിരിക്കുന്നത്. അതുപോലെ 4 പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ 2 മേലെ 2. അതൊക്കെ വന്നെങ്കിൽ ഓഡിയൻസിന് ഫുൾഫിൽ ആയിരുന്നു. അത് ചെയ്യാൻ വൈകി, അങ്ങനെ കൊണ്ട് ചെയ്യാൻ വൈകി ഞങ്ങളാണ് ഉത്തരവാദി. ആ ഒരു ഇതിന് മാത്രം ഞാൻ 32 lakhs ചെലവാക്കി. അതും വിചാരിച്ച പോലെ വന്നില്ല. അത് നേരെ മറിച്ച് അത് അർജുനായിരുന്നെങ്കിൽ അതിമനോഹരമായിട്ട് ചെയ്തന്നെ. നേരത്തെ എടുത്ത 20 ലക്ഷത്തിന്റെ സീനോ ഈ കുട്ടികളെ സേവ് ചെയ്യുന്നതോ ഇതൊക്കെ ആയിരുന്നെങ്കിൽ. എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയുടെ ഇനീഷ്യൽ സ്റ്റേജിലും മമ്മൂട്ടിയെ ഒരു രീതിയിൽ കൊണ്ടുവന്നത് ഞാനാണ്. അത് അങ്ങേർക്കും അറിയാം. പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ മമ്മൂട്ടിയെ യാതൊരു കാരണവശാലും അർജുനും എനിക്ക് ഒരു സംബന്ധമില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനും അർജുനും വരുന്നത്. അറ്റ്ലീസ്റ്റ് മമ്മൂട്ടി ഞാനും ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഞാൻ പടം എടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് പല പടങ്ങൾ ഈ കൊച്ചി തമ്മാടിയൊക്കെ അങ്ങനെ ഹീറോ ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അല്ലെങ്കിൽ വാങ്ങിക്കത്തില്ല. പക്ഷെ എനിക്ക് എന്താ തോന്നുന്നു പറഞ്ഞാൽ അങ്ങയുടെ സ്വന്തം പടമാണ് പ്രാഞ്ചിയേട്ടൻ. പറഞ്ഞില്ലേ? അപ്പോ ആ പ്രാഞ്ചിയേട്ടൻ ഓടാനും ഇതിനെ ഓടിക്കാതിരിക്കാനും വേണ്ടി അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ലെറ്റ് ദ പീപ്പിൾ നോ. അതായത് ഒരു ബ്ലാസ്റ്റ് ഉണ്ട് പടത്തില്. വില്ലൻ വന്നിട്ട് അവൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാസ്റ്റ്, ഭയങ്കരമായ ബ്ലാസ്റ്റ്. അതിൽ 10-26 പേര് ചാകുന്നതായിട്ടും 10-30 പേർക്ക് ആക്സിഡന്റ് ആകുന്നതാണ്. അതിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ശരിയായില്ല. അപ്പോ ഡയലോഗ് റൈറ്ററും അസിസ്റ്റന്റ് ഞാൻ കണ്ടിട്ട് പറഞ്ഞു, അത് സന്തോഷേ, അത് സാധനം പുള്ളിയുടെ റിയാക്ഷൻ പോരാ. കാരണം പുള്ളിയാണ് കമാൻഡർ, പുള്ളിയുടെ ഓപ്പറേഷൻ കമാൻഡറോട് ഇങ്ങനെ നടന്നിരിക്കുകയാണ്. ആ ഒരു ഫീൽ വേണം അത് കാണുമ്പോൾ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അത് മമ്മൂട്ടിയാണ് അഭിനയിക്കുന്ന ജനങ്ങൾ കണ്ടോളൂ. ഇത്ര ഒരു അഹന്തത ഏതൊരു നടനും പാടില്ല. അങ്ങനെ അഹന്തയുടെ ഉച്ചഘട്ടത്തിലാണ്. സമീപകാലത്ത് റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരൊറ്റ ഡയറക്ടർ എടുത്ത് പോലും അയാൾ പ്രശ്നം ഉണ്ടാക്കാതിരുന്നിട്ടില്ല. അങ്ങനെ എത്ര ഡയറക്ടേഴ്സ്, എത്ര പ്രൊഡ്യൂസേഴ്സിനെ വെള്ളം കുടിപ്പിക്കുന്ന എല്ലാ സ്റ്റോറികളും നമുക്കും അറിയാം. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എനിക്കുണ്ടാകുന്ന ഇത് ഞാൻ അടുത്തവരുടെ എടുത്ത് പറയും. ഇങ്ങനെ ഇതെല്ലാവർക്കും അറിയാം. എല്ലാ സംഭവങ്ങളും ഞാൻ തുറന്നു വെളിച്ചത്താക്കും. എല്ലാരും അറിയട്ടെ. ഈ വളരെ, അതായത് ഭയങ്കര സൂപ്പർ സ്റ്റാറുകളെന്നും ഭയങ്കര ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്നും പറഞ്ഞ് മറ്റുള്ള രീതിയിൽ അഹംഭവിച്ച് നടക്കുന്നവർ കാണിക്കുന്ന ഹീനമായ സംഭവങ്ങൾ എല്ലാ ജനതകളും അറിയട്ടെ. അവർ ഇപ്പോ ഈ ആരാധനയ്ക്കും ഇതിനൊക്കെ അവർ അർഹരാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ.